മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല്? മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ? അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊലയില്ലാത്ത കൊമ്പൻ. ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല, മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യ, ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി ഞാൻ ഇവിടെ ചോരാൻ നിറകണ്ടിട്ടേ വരുള്ളൂ. അടിക്കാം. എന്നാ പോ. മുതലാളി, ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. അങ്ങനെ ആക്രമിക്കല് പറ്റില്ലല്ലോ. അക്രമം ഒരു അഡ്മിഷൻ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ സാഗറാണ്. ഒന്നും കൊണ്ട് ഭയപ്പെട്ട സാധിച്ചാൽ ഒന്ന് ബോധം കിട്ട വില കിടന്നോ, ഞാൻ ഉടനെ എത്താം. ഓക്കെ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. പൊന്നോ, ഒടുക്കത്താ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ഞാനിപ്പോ ശവമാകും, എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോകും. എന്റെ കറുത്തി ചാട്ടി വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. എന്ത് പ്രഹസനമാണ് സജി. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചാൽ. താങ്ക് യു. ഭാസ്കറിന് ഈ ദൃശ്യങ്ങൾ മുഴുവൻ കാണുമ്പോൾ അതിൻ്റെ ആഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ഞാൻ ചിരിച്ചുപോയി. ഞാൻ സാന്ദർഭികവശാൽ ഓർത്തു പോകുന്നത് 1977 മാതൃഭൂമിയിൽ കണ്ണശയെ പ്രസിദ്ധീകരിച്ച OV വിജയൻ്റെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ആക്ഷേപഹാസ്യ രാഷ്ട്രീയ നോവലായ ധർമ്മപുരാണത്തിലെ ചില ഭാഗങ്ങളാണ്. എനിക്ക് ഈ സംഭവങ്ങൾ കാണുമ്പോൾ ചില വിഭ്രാന്തികളുടെ ലീലകൾ മാത്രമായിട്ടാണ് എനിക്കിതിനെ ആ നോവലുമായി ചേർത്ത് വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അത് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ആക്ഷേപഹാസ്യ നോവലാണ്. സഖാവ് വീണ ജോർജ് ഇപ്പോൾ നടത്തിയത് ഇത്തരം വിഭ്രാന്തികളുടെ ലീലകൾ മാത്രമാണ്. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? മുതലാളി എങ്ങനെ വിശ്വസിക്കും? മാത്രമല്ല, അധികാരത്തിൻ്റെ അശ്ലീല പ്രയോഗങ്ങളാണ് ഇപ്പോൾ ഈ ശ്രീമതി വീണ ജോർജ് ഇപ്പം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? നമുക്കറിയാം പ്രതിഷേധങ്ങൾ. നാം കണ്ട ദൃശ്യങ്ങളിൽ ഒരിടത്തു പോലും KSU പ്രവർത്തകർ മന്ത്രിയുടെ അടുത്തേക്ക് വരുന്നതായി കാണുന്നേയില്ല. ആ സാഹചര്യത്തിൽ ഇത്തരം അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അമിതാധികാരത്തിൻ്റെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. അതിലൊരു വലിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഖാവ് വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജിതയായ മന്ത്രി എന്ന നിലയിൽ വിലയിരുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? ഞാൻ കരുതുന്നത് നേരത്തെ ശൈലജ ടീച്ചറെയായി വെച്ചിട്ടാണ് നാം സഖാവ് വീണ ജോർജിനെ മാറ്റുരച്ച് നോക്കുന്നത്. ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർ വെറും ഒരു PR എക്സസൈസ് കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ട ആരോഗ്യമന്ത്രി മാത്രമായിരുന്നു. അതായിരുന്നു വസ്തുത. കേരളത്തിലെ ആരോഗ്യരംഗത്ത് അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്ന് പറയുന്നത് ആ PR എക്സസൈസിലൂടെ മാത്രം നേടിയെടുത്തിട്ടുള്ള ഇത് മാത്രമാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പം അത്തരം വലിയൊരു ബിംബത്തിനു മുന്നിൽ അതിനുശേഷം വന്ന ആരോഗ്യമന്ത്രി എന്ന നിലയിൽ സഖാവ് വീണ ജോർജ് പരാജയപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ നിരാലംബരയായി പോകുന്നു എന്ന ഘട്ടത്തിലാണ് ഒരുപക്ഷെ ഏറ്റവും ഒടുവിലത്തെ ഈ അമിതാധികാര രാഷ്ട്രീയ നാടകത്തിലേക്ക് തരം താണ്ടിരിക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി. ഇപ്പോൾ റീത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് റീത്ത് വെക്കുക എന്നതുമായി നാം ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച നാം കണ്ടതാണ്.
ഒരു പുസ്തകം ഏറ്റുവാങ്ങിയതിൻ്റെ പേരിൽ കുഞ്ഞികൃഷ്ണൻ്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം ഏറ്റുവാങ്ങിയതിൻ്റെ പേരിൽ AV അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ ഒരു റീത്ത് വെച്ചു. നാളിതുവരെ അതിനെ സംബന്ധിച്ച് ആ കേസിലെ പ്രതികളെ സംബന്ധിച്ച് ഒരു സൂചന പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. ആരായിരുന്നു വെച്ചിരുന്നത്, ആരാണ് ആ റീത്ത് അവിടെ സമർപ്പിച്ചത് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി നമുക്ക് ബോധ്യമുള്ളതാണെന്നെങ്കിൽ പോലും നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്നേ. ഇപ്പം നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ കോടതിയിലെത്തുന്ന ഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന 5 KSU പ്രവർത്തകർക്കും കോടതി ജാമ്യം കൊടുക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു കുറ്റകൃത്യവും കാണുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. എന്തൊക്കെ കുറ്റകൃത്യം ഇപ്പം പറയുന്നത്? ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ട്രെയിനിലൂടെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന മന്ത്രി എന്ത് ഔദ്യോഗിക കൃത്യനിർവഹണമാണ് ആ തീവണ്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നത് വലിയ വിരോധാഭാസമാണ്. MRI സ്കാനിങ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് മാത്രമാണ്. ഒരുപക്ഷെ MRI സ്കാൻ എടുത്തതിന് ശേഷം C1, C2, C3 മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടി 4 മണിയോടുകൂടി ആശുപത്രിയിൽ എത്തിച്ചിട്ട് 8 മണിയായിട്ടും ആരോഗ്യമന്ത്രിക്ക് പോലും MRI സ്കാൻ എടുത്ത റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുക്കാൻ കഴിയുന്നില്ല സ്ഥിതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം തരംതാണിരിക്കുന്നു. ആരോഗ്യമന്ത്രിയെ പോലെ ആരോഗ്യ വകുപ്പിനെ മൊത്തം നിയന്ത്രിക്കുന്ന മന്ത്രിക്ക് അവരുടെ MRI പോലും സമയബന്ധിതമായി കണ്ട് പരിശോധിച്ച് ഈ ഡോക്ടർമാർക്ക് വിലയിരുത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ എവിടെയാണ് നമ്മുടെ ആരോഗ്യരംഗം എത്തപ്പെട്ടിരിക്കുന്നത്? എന്തിലേക്കാണ് ഇത് സൂചന നൽകുന്നത് എന്ന വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർത്തപ്പെടുകയാണ്. ആ ചോദ്യമാണ് ഒരുപക്ഷെ വീണ ജോർജിനെ ഇങ്ങനെ ചെറുതാക്കിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാം കയ്യിൽ നിന്ന് പോവുക. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ അവർക്കുണ്ടായിരുന്ന, പൊതുപ്രവർത്തക എന്ന നിലയിൽ അവർക്കുണ്ടായിരുന്ന അനുഭവ പാരമ്പര്യം ഒരുപക്ഷെ ഇത്തരം പ്രതിഷേധങ്ങളിൽ കൂടി സഹിഷ്ണുതയോടുകൂടി കേൾക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ നില ഒരുപക്ഷെ ഇതിനേക്കാളും മറ്റൊരു അർത്ഥത്തിൽ ഉയർന്നു കാണും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. നേരത്തെ നാം ഗോന്തുമാഷിന്റെ ഒരു PR എക്സസൈസ് പരാജയപ്പെട്ടത് നാം കണ്ടതാണ്. പെൻഷന്റെ കാര്യത്തിൽ ഒരു വൃദ്ധനിൽ നിന്ന് പണം വാങ്ങുകയും തിരികെ കൊടുക്കുകയും ചെയ്യുന്ന ആ PR എക്സസൈസ് പരാജയപ്പെട്ടത് നാം കണ്ടു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ആദരണീയായ സഖാവ് വീണ ജോർജ് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരികെ മന്ത്രിമന്ദിരത്തിലേക്ക് പോകണം, അല്ലാതെ ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ചട്ടുകമായി നിന്നുകൊടുക്കരുത് എന്ന അഭ്യർത്ഥനയാണ് വിനു എനിക്ക് ഈ ഘട്ടത്തിലുള്ളത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.